മാളു, അത് നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുട്ടി. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? എന്നെ ആശ്വസിപ്പിക്കാനോ അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? ഓർമ്മ വെച്ച് ഇത്രയും നാളായതിനു ശേഷം ആദ്യമായിട്ടാ അങ്കിളും ആന്റിയും ഒക്കെ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങുന്നത്. ഇപ്പോ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നല്ല വാക്ക് പറഞ്ഞ് എന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവിടുന്ന് തിരിച്ചയക്കണം. അത്രയല്ലേ നിങ്ങക്ക് വേണ്ടു? ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുതെന്ന് എന്നെ അധികം നോവിക്കാതെ പറഞ്ഞു മനസ്സിലാക്കണം. അതാ രണ്ടുപേരുടെ ഉദ്ദേശം. എനിക്കറിയാം, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ആന്റി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി എന്നെ അപ്പോനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ തല്ലിപ്പിരിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാ കുഞ്ഞുനാൾ മുതൽ ഒരു മനസ്സോടെ ജീവിക്കാൻ സമ്മതിച്ചത്? അപ്പോഴേ ഇതൊക്കെ ആവായിരുന്നല്ലോ. അന്ന് അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇങ്ങനെ തല്ലിപ്പിരിക്കാൻ മാത്രം ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? അപ്പൂനെ കാണുമ്പോ അവിടെ ഉള്ളവർക്കും എന്നെ കാണുമ്പോ ഇവിടെ ഉള്ളവർക്കും ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണല്ലോ. നിങ്ങളെ പേടിച്ച് ഇപ്പൊ ഒന്നും മിണ്ടാനും പറയാനും കൂടി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു. എന്താ ആന്റി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആന്റി പോലും എന്റെ മുഖത്ത് നോക്കി 2 ദിവസം മുമ്പ് ഈ വീട് വിലക്കിയില്ലേ? അതിനു വേണ്ടി എന്ത് അപരാധം ഞങ്ങൾ ചെയ്ത്? ശരിയാ, പരസ്പരം സ്നേഹിച്ച് വളർന്ന 2 പെൺകുട്ടികളിൽ ഒരാൾ ആണായി പോയി, അല്ലെങ്കിൽ ആണായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ച് അതുവരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹവും ബന്ധവും ഒന്നും ഇനി പാടില്ലെന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? ഇനി ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും പാടില്ലെന്നാണോ? സ്വന്തം ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ടൊരു പെണ്ണാ ഞാൻ. എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാനും സംസാരിക്കാനും ഇപ്പൊ അപ്പു മാത്രമേ ഉള്ളൂ. എന്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാവുന്ന എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ അപ്പു. ഫ്രണ്ടല്ല, എനിക്ക് ഞാൻ തന്നെയാ. അതൊക്കെ നിങ്ങൾക്കും അറിയാം. അറിയില്ലെങ്കിൽ 1000 വട്ടം ഞങ്ങൾ പരസ്പരം പറഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ടും അതൊന്നും ഗൗനിക്കാതെ ഞങ്ങളെ വെറും ശത്രുക്കളെ പോലെ കാണുന്ന എന്തിനു വേണ്ടിയാ? എന്താ നിങ്ങക്ക് അതുകൊണ്ടുള്ള ലാഭം? മാളു, എന്താ ഇത്? നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. അത് ഞങ്ങളെ കൂടി വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാര്യം ഓർത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. എന്നിട്ടിപ്പോ വേദനയുണ്ട് പോലും. വേണ്ട അങ്കിൾ, ഈ നാട്ടിയൊന്നും എന്റെ അടുത്ത് വേണ്ട. എല്ലാരും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മാളുവാ, ഞാൻ അങ്ങള് പറയട്ടെ? വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അനുനയിപ്പിച്ചെന്നെ വീട്ടിൽ കൊണ്ട് വിടാനല്ലേ? എനിക്കറിയാം അങ്കിൾ, അതിനുവേണ്ടി ഇനി അങ്കിള് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ തനിച്ചു പോയിക്കോളാം. ഇനി ആരും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനൊന്നും മാളൂടെ വരില്ല. അതോർത്ത് ഇനി ആരും ടെൻഷൻ അടിക്കാൻ വേണ്ട. മാളു, ഓട്ടെ അപ്പു, നിന്നോട് കൂടിയാ പറയുന്നത്. നീയും ഇനി എന്നെ കാണാൻ അങ്ങോട്ട് വരണ്ട. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? വേദന കുറവുണ്ടോ? ഒരുവിധം. എന്നാലും അകത്തൊരു കുത്തിത്തരിപ്പുണ്ട്. അത് മസിൽ സ്ട്രെച്ച് ആയതിന്റെ ആയിരിക്കും. സാരമില്ല, അതങ്ങ് മാറിക്കോളും. എന്റെ ടെൻഷൻ അതല്ലമ്മേ. മാളു ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അവളിനി എവിടെ പോയതായിരിക്കും? അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളിപ്പോ ആ പണിക്കാരുടെ മോനുമായിട്ട് ഇവിടെ നടന്നതൊക്കെ പറഞ്ഞ് ചിരിയും കളിയുമായിട്ട് ആഘോഷിക്കുമായിരിക്കും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഗീതയെ പണിക്കരെ ഒന്ന് വിളിച്ചു നോക്ക്. ഗീതേച്ചി അവിടെ ഉണ്ടാവില്ല, പാർലറിലായിരിക്കും. VP ഏട്ടൻ ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. എങ്കിൽ സംശയിക്കണ്ട, രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടാവും. എല്ലാം കൊണ്ട് സൗകര്യമായല്ലോ. മുരളിയേട്ടാ, മാളു പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. എവിടെ എന്താന്ന് അറിയാതെ എങ്ങനെയാ? ഒന്ന് VP ഏട്ടനെ വിളിച്ചു നോക്കിയിരുന്നെങ്കിൽ മാളു അവിടെ എങ്ങാനും ഉണ്ടോന്ന് അറിയായിരുന്നു. ഞാൻ വിളിക്കില്ല. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോൾ എവിടെയാണെന്നറിയാൻ മറ്റുള്ളവരെ വിളിച്ചന്വേഷിക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക്. അവൾ എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ ശ്രുതി. ഇനിയൊക്കെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്ക്. അങ്ങനെ അബദ്ധമൊന്നും കാണിക്കല്ലേ മുരളി. നമ്മളിപ്പോ ഒന്ന് അയഞ്ഞു കൊടുത്താൽ മാളു അതൊരു അവസരമാക്കും. അങ്ങനെയാണ് അവളുടെ താല്പര്യമെങ്കിൽ ആയിക്കോട്ടെന്നേ. അല്ലാതെ എത്രയാണെന്ന് വെച്ചാമേ അവൾക്ക് ഇങ്ങനെ എസ്കോട്ട് പോകാൻ പറ്റുക? മുരളിയേട്ടന് വൈകി വേണ്ട, ഞാൻ VP ഏട്ടനെ വിളിക്കാൻ പോവാ. ആരും ആരെയും വിളിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ.
അവൾ അവിടെ ഇഷ്ടത്തിന് എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ. ഇനി വന്നില്ലെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ മോള് വരുമ്പോ ഒരു കാര്യം മുത്തശ്ശി അമ്മയും കൂടി അവളോട് പറഞ്ഞേക്കണം. തോന്നിയതുപോലെ ജീവിക്കാനാണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനമെങ്കിൽ ഈ വീട്ടിൽ എനിക്കും പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമെന്ന്. അതൊന്നും അവൾക്കത്ര നല്ലതായിരിക്കില്ലെന്ന് വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എല്ലാവരും ഇങ്ങനെ വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും അമ്മേ? മുരളി പറഞ്ഞില്ല എന്താടി തെറ്റ്? അടയ്ക്കാണെങ്കിൽ മടി വെക്കാം. അടയ്ക്കാൻ മരമായ അതിനും പറ്റില്ലല്ലോ. അവൾ അവളുടെ ഇഷ്ടത്തിനുള്ള പോക്കാണെങ്കിൽ നമ്മളും ഒരു തീരുമാനം അങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ. ഏതായാലും അവളിങ്ങോട്ട് വരട്ടെ. ഇന്നിവിടെ കാണിച്ചു കൂട്ടിയതിന് മുരളിയെ കൊണ്ട് ഞാൻ അവളോട് സമാധാനം പറയിപ്പിക്കും. നീ കണ്ടോ? ആ ഇവിടുന്ന് പോയിട്ട് നേരെ ഇത്രയായല്ലോ അശ്വതി. എങ്ങോട്ടാ പോയതെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? അവൾ അപ്പൂന്റെ അടുത്ത് തന്നെ പോയതായിരിക്കും അമ്മേ. അത് നമ്മൾ വിചാരിക്കുന്നതല്ലേ. കൊച്ചവിടെ ഉണ്ടോ ഇല്ലോന്ന് ആർക്കറിയാം? മുരളിയോടൊന്ന് പോയി അന്വേഷിക്കാൻ പറ അശ്വതി. ഞാൻ പറയാഞ്ഞിട്ടാണോ അമ്മേ? മുരളിയേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യും? വാശി പിടിക്കുന്നവർ അതും കൊണ്ട് അവിടെ ഇരിക്കട്ടെ. നീ ആ ഗീതയെ പണിക്കരെ ഒന്ന് വിളിച്ചു ചോദിക്കേ. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നീ അങ്ങോട്ട് ചെന്ന് അവളെ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ. അല്ലെങ്കിൽ പണിക്കരോടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറ. സന്ധ്യയ്ക്ക് മുമ്പ് അവളെ ഇങ്ങോട്ട് വരുത്തുന്നതാ നല്ലത്. മുരളിയേട്ടാ, മാളുവിനെ വിളിക്കണ്ടേ? എന്തിനാ വിളിക്കുന്നത്? ഇവിടുന്ന് പോയവർക്കേ ഇവിടേക്ക് തിരിച്ചു വരാൻ അറിയാലോ. തോന്നുമ്പോ വരട്ടെ. ഞാനിനി അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? മുരളിയേട്ടൻ VP-ഏട്ടനെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. എനിക്ക് വയ്യ അശ്വതി. തോന്നുമ്പോ തോന്നിയപടി ചെയ്യാൻ നഴ്സറി കുട്ടിയൊന്നുമല്ലല്ലോ. ഇനി അവൾക്ക് അവിടെ പോയി താമസിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അവളുടെ കാര്യം പറഞ്ഞു മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി ഞാൻ മടുത്തു. മുരളിയുടെ പിണക്കൊന്നും നീ കാര്യാക്കണ്ട. നീ ഗീതയെ വിളിച്ച് വിവരം പറ. ഹലോ, എന്താ അശ്വതി? ഗീതേച്ചി, മാളു അവിടെയുണ്ടോ? മാളിവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങ് വന്നില്ലേ? ഇല്ല. എപ്പോഴാ ഇറങ്ങിയത്? അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്നിട്ട് അവൾ ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, ഇവിടെ വന്ന് എന്നോടും VP-യോടും ഒക്കെ ശരിക്കും വഴക്കിട്ടു. VP അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് അതൊന്നും കേൾക്കാൻ അവൾ തയ്യാറായില്ല. വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ ഒന്നും വേണ്ട, തനിച്ചു പോകാൻ അറിയാന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. എന്റെ ഈശ്വരാ, ഇനി അവൾ എവിടെ പോയതായിരിക്കും? അപ്പു കൂടെ പോയിട്ടുണ്ടോ ഗീതേച്ചി? ഇല്ല, അപ്പു ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അശ്വതി, മാളു ഇവിടുന്ന് ശരിക്കും പിണങ്ങിയാ പോയത്. അവൾ ഇത് എന്ത് ഭാവിച്ചാ? ഞാൻ വിളിക്കാൻ ചേച്ചി. എന്താ അശ്വതി, ഗീത എന്താ പറഞ്ഞേ? മാളു അവിടുന്ന് പോയിട്ട് കുറച്ചു നേരം ആയിന്ന്. എല്ലാവരോടും വഴക്കിട്ടിട്ടൊക്കെ പോയെന്ന്.
എന്റെ ഭഗവാനെ, ഈ കൊച്ചിന് എന്ത് ഭാവിച്ച ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ മുരളിയോട് എന്ന് വിവരം പറയാ അശ്വതി. ആ നമ്മൾ കാണിച്ചത് അബദ്ധമായി പോയല്ലോ ഗീത. മാളും അങ്ങ് ചെന്നോന്ന് അപ്പോഴേ അശ്വതിയോ മുരളിയോ ഒന്ന് വിളിച്ചു വയ്ക്കണമായിരുന്നു. അവളുടെ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതിയത് വീട്ടിലേക്കായിരിക്കുന്ന. ഇനിയിപ്പോ എന്താ ചെയ്യാ വി പി? മാളു എങ്ങോട്ടായിരിക്കും പോയത്? ഞാൻ മുരളി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ മാളുവിനെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി അന്വേഷിക്കാം. ചിലപ്പോ അവളെ ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ശരിയാ, ആദ്യം ലൈബ്രറിയിലൊന്ന് നോക്ക്. ഇടയ്ക്ക് അവരവിടെ പോവാറുള്ളതല്ലേ. തൽക്കാലം താനിതൊന്നും അപ്പനോട് പറയണ്ട. ആളെ കണ്ടെത്തിയിട്ട് പറഞ്ഞാൽ മതി. എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം. മുരളിയേട്ടാ, ഇതെന്ത് നിപ്പായി നിൽക്കുന്നേ? അപ്പുവിന്റെ വീട്ടിൽ നിന്ന് അവൾ എങ്ങോട്ടാ പോയെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വരാത്ത സ്ഥിതിക്ക് അവള് നമ്മളോട് പിണങ്ങി എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ മുരളിയേട്ടാ. ഞാൻ എവിടെയാന്ന് വെച്ച് അശ്വതി പോയി അന്വേഷിക്കണ്ടേ? പിണങ്ങി പോയവരൊക്കെ തനിയെ ഇഞ്ഞ് തിരിച്ചു വന്നോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരെ സന്ധ്യ ആവാറായി. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്താ മുരളിയേട്ട ഇങ്ങനെ? അവൾ എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നാണോ മുരളിയേട്ടന്റെ മനസ്സില്? അല്ലാതെ ഞാൻ എന്ത് പറയാൻ അശ്വതി? ചില ജന്മങ്ങൾ അങ്ങനെയാ. അച്ഛനെ അമ്മയെ ഉള്ളുരുക്കി കൊല്ലാൻ വേണ്ടി പിറവി എടുക്കുന്നവർ. ഈ കണ്ട കാലം അത്രയും അവളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നെന്റെ ശിക്ഷ ചെയ്ത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തുകയല്ലേ ആവശ്യം. വീപ്പയുടെ പിന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഞാൻ ഫോണൊന്നും എടുത്തില്ല. ഞാനിപ്പോ ഗീതേച്ചിയെ വിളിച്ചിരുന്നു. വീപ്പേട്ടൻ അവളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന്. മുരളി, വാശി കളഞ്ഞിട്ട് നീ എവിടാന്ന് വെച്ചാ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കവളെ. അല്ലെങ്കിൽ അവൾ ഇനി വല്ല കടുങ്കയും ചെയ്യുമെന്ന എന്റെ പേടി. ഞാൻ പോയിട്ട് വരാം. എവിടാന്ന് വെച്ചാ പോയി അന്വേഷിക്കാം. എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഞാൻ തിരക്കും. എങ്ങും കണ്ടില്ല ഞാനിഞ്ഞു പോരും. എല്ലാം അവളുടെ ഇഷ്ടത്തിനൊത്ത് നടന്നോട്ടെ. പണിക്കരെ അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞോ ഗീത? പറഞ്ഞു. അവളെ എവിടെന്നെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. ദേ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ട് മതി ഇവിടെ ഇനി വേറെ എന്തും. അല്ലാതെ എന്നും കുന്നും കിടന്നിങ്ങനെ ഉള്ളുരുകി ചാകാനൊന്നും എനിക്ക് പറ്റില്ല. ഇതിപ്പോ എത്രാമത്തെ തവണ അശ്വതി? ഇങ്ങനെ അങ്ങോട്ട് വാശി കാണിക്കാൻ അവൾ ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള പ്രായവും പക്വതയായി. എന്നിട്ടും ഇങ്ങനെ കുത്തഴിഞ്ഞ് നടക്കുന്നത് കാണുമ്പോഴാ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ആദ്യം അവളിങ്ങനെ തിരിച്ചു വന്നോട്ടെ, എന്നിട്ടാവാം ബാക്കിയൊക്കെ. വരുമോള്. മാളുവിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തൻ്റെ വിയോജിപ്പ് ഇങ്ങനെയാണോ നടപ്പാക്കേണ്ടിയിരുന്നു എന്നുള്ള സംശയം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ സർ, ഇങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ കരുതിയതേയില്ല. എൻ്റെ പ്രശ്നങ്ങൾ ആരോട് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആകെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ മാത്രം. പക്ഷേ അപ്പോനെ കാണുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ ഇപ്പം എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. മുൻപൊക്കെ അങ്കിളും ആൻറ്റിയും കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പം അവരും എൻ്റെ ഉള്ളെന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതാ എൻ്റെ സങ്കടം. അതൊക്കെ എനിക്ക് മനസ്സിലായി മാളു. താൻ വിഷമിക്കണ്ട.
തൻ്റെ വീട്ടുകാരുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അതിലെന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല സർ. പക്ഷേ സാർ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു സംസാരം കൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ആട്ടെ, ഇനി എന്താ മാളുവിൻ്റെ പരിപാടി? ഇവിടെ ഇങ്ങനെ തുടരാനാണോ? അതോ മനസ്സ് അത്യാവശ്യം ഒന്ന് പെയ്തൊഴിഞ്ഞു തോന്നുന്നെങ്കിൽ വരൂ, ഞാൻ തന്നെ വീട്ടിലാക്കാം. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. മാളുവിന് എത്ര നേരം വേണമെങ്കിലും ഈ നിൽപ്പ് തുടരാം. പക്ഷേ ഞാൻ കൂടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല സർ. സാറ് പേടിക്കുന്ന പോലെ അവിവേകമൊന്നും ഞാൻ കാണിക്കില്ല. അങ്ങനെ ഒരു പേടി എന്തായാലും എനിക്കില്ല. മാളുവിൻ്റെ ഈ സങ്കടങ്ങൾ ഇപ്പം എന്നോട് ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് മാളുവിന് അറിയോ? അതാണ് സർ എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണ ഞാനങ്ങനെ ആരോടും ഓപ്പണപ്പ് ആവാത്തതാ. പക്ഷേ സാർ എന്നോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെയോ ഉള്ളിലുള്ളതെല്ലാം അറിയാതെ തികട്ടി വന്നുപോയി. അത് തൻ്റെ കൂട്ടല്ലടോ. മാളു അത്രമേൽ തൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും മാളു എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മാളു അവിവേകമൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്. എന്തായാലും മാളു വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുക. ഇനിയും ഈ നിപ്പ് തുടരണോ? ഒന്നുമില്ലെങ്കിലും വീട്ടിലുള്ളവർ വിഷമിക്കല്ലേ മാളു? അവരോടൊന്നും പറയാതല്ലേ പോകുന്നത്. കമോൺ, അത് വിട്ടേക്ക്. നമുക്ക് നല്ല കുട്ടിയായി വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാം. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. ഏയ്, തന്നെ ഇനി തനിച്ചു വിടുന്നില്ല. വാ, ഞാൻ കൊണ്ടുവിടാം. വരൂന്നേ. അവളിത് എന്ത് ഭാവിച്ച ഇങ്ങനെ? അപ്പോഴും ഞാൻ മുരളിയോട്ടിന് പറഞ്ഞതാ എവിടെയാന്ന് വെച്ചാ പോയി അന്വേഷിക്കാൻ. എന്നിട്ട് ഇതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ പോയി അന്വേഷിച്ച അവൾ എവിടുന്ന് കിട്ടാനാ? ഒന്ന് സമാധാനപ്പെടാ അശ്വതി. എന്തായാലും മുരളിയും VP അവളെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ. ആരുടെയെങ്കിലും കണ്ണിൽ അവള് പെടാതിരിക്കില്ല. ഈശ്വര, വീട്ടുകാരോട് എതിർത്തൊരു അക്ഷരം പറയാത്ത കുട്ടിയായിരുന്നു. എന്തായാലും എല്ലാവരോടെ ചേർന്ന് അവളെ ഈ പരുവത്തിലാക്കി എടുത്തല്ലോ. ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ഒപ്പോഴേ പറഞ്ഞതാ, ഇമാതിരി ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട സഹകരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. അപ്പൊ നീ നിന്റെ നായരും കേട്ടില്ലല്ലോ. ഇപ്പൊ കിടന്ന് നെഞ്ചുകയറി അനുഭവിക്കുന്ന കണ്ടില്ലേ? ഈ അവസരത്തില് ഇന്ദിരാമയും കൂടി ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ? ഗീതേ, കാര്യമൊക്കെ ശരി തന്നെ. ഒന്നുകിൽ അവള് നിങ്ങളുടെ കൊച്ചിനെ തിരക്കി അവിടെ വന്നപ്പോ തന്നെ അവളെ അവിടുന്ന് പറഞ്ഞു വിടണമായിരുന്നു. അല്ലാതെ അത്രയും നേരം അവിടെ പിടിച്ചു വെച്ചിട്ട് നേരെ ഇരുട്ടിയപ്പോ ഇറക്കി വിടുകയല്ല വേണ്ടത്. അങ്ങനെ അവളെ ആരും ഇറക്കി വിട്ടിട്ടില്ല. കൊണ്ടുവിടാന്ന് VP പറഞ്ഞതാ. മാളു അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ അല്ലേ ഇല്ലാതായത്. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? ഇവിടെ മനുഷ്യന്റെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ. ഓ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ നിങ്ങൾക്കൊക്കെ പിടിക്കാത്തത്. ഇല്ല, ഞാൻ എന്റെ വാ പൂട്ടി താക്കോല് തലയണക്കടി വെച്ചേക്കാം. അപ്പൊ എല്ലാവർക്കും സമാധാനം ആവുമല്ലോ. ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇനിയിപ്പൊ എന്താ ഗീതേച്ചി ചെയ്യാ? വിഷമിക്കാതെ അശ്വതി. ചിലപ്പോ മാളു ഡേസിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. ഞാൻ ഡേസി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ഹലോ ഗീത. ഡേസി അവിടെ വീട്ടിലുണ്ടോ? അതെ ഗീത, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്താ വിളിച്ചത്? ഒന്നുമില്ല. മാളു അങ്ങോട്ടെങ്ങാനും വന്നോ ഡേസി? മാളുവോ? ഇല്ലല്ലോ. എന്താ ഗീത, എന്തു പറ്റി? ഒന്നുമില്ല. അവള് കുറച്ചുമുമ്പ് വീട്ടിൽ വന്നിരുന്നു അപ്പുവിനെ കാണാൻ. അപ്പുവിനെ കണ്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ കൊണ്ടുവിടാന്ന് VP പറഞ്ഞതാ. പക്ഷെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ അവള് പോയത്. ഇത്രയും നേരമായിട്ടും അവള് വീടെത്തിയിട്ടില്ല. ഞാനിപ്പോ അശ്വതിയുടെ അടുത്തുനിന്നാ വിളിക്കുന്നത്. അയ്യോ,